ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാട്ടോ. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ട് നല്ല പാല് പോലെ വാലിട്ട് അലിഞ്ഞു പോകുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുത്തിട്ട് 2 പഴം എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലിട്ടിട്ട് 2 സൈഡ് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ, നല്ല പഴുത്ത് വന്നിട്ടുള്ള പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പച്ച പഴം ആകുമ്പം അതൊരു കറ ചോദിക്കുന്ന പോലെ ഒരു ടേസ്റ്റ് കുറവായിട്ട് ഉണ്ടാകാൻ. അപ്പം നമ്മളിതാ ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത്ര ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് കുറച്ച് മാറ്റിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഏലക്കായ ചെറുതായിട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഏലക്കായുടെ പൊടിയായാലും മതി കേട്ടോ. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയുടെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്കാകുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ 1/4 കപ്പോളം പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പോളം മൈദപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മാവ് നമ്മളിതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിക്ക് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. നല്ല കട്ടി ഉണ്ടാകാൻ പാടില്ല, ഇതുപോലെ ലൂസായിട്ട് കിട്ടണം. ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 സ്പൂണോളം മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് കിട്ടുന്ന രീതിക്ക് മാവ് ഒഴിച്ചെടുക്കുക. അപ്പം മാവ് നമ്മളിതാ ഈ രീതിക്ക് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ആറി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും തേങ്ങ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബനാനയുടെ ബാക്കി ഉണ്ടാവുമല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതൊന്നും വെച്ച് കൊടുക്കുന്നില്ല, ഇതുപോലെ ചെയ്താൽ മതി. ഇത് തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് വീണ്ടും ഇതൊന്ന് മുകൾ ഭാഗം ഒന്ന് ആറി വരുന്നത് വരെ അടച്ച് വെക്കാം. മുകൾ ഭാഗത്ത് ഒന്നും കൂടി ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും 1 സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ട് മുകളിൽ വീണ്ടും നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം, പഴം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന മാവും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ട് ബാക്കി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ശരിക്കും വാലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും, അത്രയും ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റേ ഇവിടെ പിന്നെ കാണാം. ബൈ, താങ്ക് യു.